സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകൾ അവിടുത്തെ ഹളറത്തിലേക്ക് ബൈഅത്ത് ചെയ്യാൻ വന്നാൽ, പ്രതിജ്ഞ എടുക്കാൻ വന്നാൽ ഈ 6 കാര്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് അവരോട് ചോദിക്കണം. അതിനവർ സമ്മതിച്ചെങ്കിൽ മാത്രമേ അങ്ങ് ബൈഅത്ത് ചെയ്യാവൂ. അതാണ് അള്ളാഹു നബി തങ്ങളോട് കൽപ്പിച്ചത്. അപ്പം മുസ്ലിം സ്ത്രീകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു 6 കാര്യങ്ങളാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു ഇദാ ജാഅകൽ മുഅ്മിനാത്ത് യുബായിഅനക അലാ അല്ലാ യുശ്രിക്ന ബില്ലാഹി ശൈആ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂലിനോട് താക്കീത് നൽകുകയാണ്. പ്രവാചകരെ, അവിടുത്തെ സദസ്സിലേക്ക് വിശ്വാസിനികൾ അങ്ങയെ ബൈഅത്ത് ചെയ്യാൻ കടന്നു വന്നാൽ അവർക്ക് അങ്ങ് നൽകേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ അല്ലാഹു അറിയിച്ചു കൊടുക്കുകയാ. അതിൽ ഒന്നാമതായി അല്ലാഹു പറയുകയാണ്, അലാ അല്ലാ യുശ്രിക്ന ബില്ലാഹി ശൈആ. ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ ഒരു ഇലാഹുമില്ല. അവനെ മാത്രമേ ആരാധിക്കാവൂ. അവനാണ് സ്രഷ്ടാവ്, അവനാണ് നമ്മുടെ നാഥൻ, അവനാണ് നമുക്ക് ഭക്ഷണം നൽകുന്നവൻ, അവനാണ് നമ്മെ സഹായിക്കുന്നവൻ. അതുകൊണ്ട് പ്രവാചകരെ, അല്ലാ യുശ്രിക്ന ബില്ലാഹി ശൈആ, ആ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരു വസ്തുക്കളെ ആരാധിക്കരുത് എന്ന് പ്രത്യേകം പറയണം. ശരി, എല്ലാം റെഡിയാക്കി വെക്കാൻ ആദ്യം ഒരു ഇല്ലേ, റൂട്ടിൽ കയറുന്നവരെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും. ഒന്നാമത്തെ നിബന്ധന അതാണ്, ശിർക്ക് വെക്കാൻ പാടില്ല എന്നാ. സ്ത്രീകളെ നോക്കിയിട്ട് ഉപദേശിച്ചു, സ്ത്രീകളെ നോക്കിയിട്ട് അള്ളാന്റെ ഉപദേശം മനസ്സിലാക്കണം. ശിർക്ക് വെക്കാൻ പാടില്ല എന്ന്. പുരുഷന്മാരെ നോക്കിയിട്ടല്ല. അതൊരു എന്ത് പ്രത്യേകത ഉണ്ടാവും? കാരണം പെട്ടെന്ന് പെണ്ണുങ്ങളെല്ലാം ഓടിപ്പോകുന്ന പൂജാരി എടുത്താ എന്ത് കാര്യങ്ങൾക്കും. അതുകൊണ്ടായിരിക്കാമല്ലോ പെട്ടെന്ന് ഓടിപ്പോകുന്നത്. അത് തന്നെയാണല്ലോ. ഇന്ന് ഞാൻ വരുന്ന വഴിയിൽ മഗ്‌രിബ് നിസ്കരിക്കാൻ ഒരു പള്ളിയിൽ കയറി. അപ്പോൾ അവിടെ തൊട്ട് ഫ്രണ്ടിൽ ഈ നിലവിളക്ക് വെച്ച് ഹിന്ദുക്കൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നൊരു സ്ഥലമാണ്. നോക്കിയപ്പോൾ 3 മുസ്ലിം പെണ്ണുങ്ങൾ നിൽക്കുന്നു. വണ്ടി കയറാൻ അവിടെ പോയിട്ട് വന്ന് നിൽക്കുകയാണ് വാതിൽ. പറഞ്ഞിട്ട് മഗ്‌രിബിന്റെ സമയത്ത് നിസ്കാരമില്ല, ഒന്നുമില്ല. ഇത് നോക്കാൻ വേണ്ടി ശുദ്ധമായ ശിർക്കല്ലേ. ആ നിലവിളക്ക് വെച്ചിട്ട് ഒരു മുശ്രിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിന്റെ ഭർത്താവൻ അങ്ങനെയാണ്, നിന്റെ കെട്ടിയോ ഇങ്ങനെയാണ്, നിന്റെ കുടുംബത്തിൽ അങ്ങനെയാണ്, നിന്റെ വീട്ടിൽ ഇങ്ങനെയാണ്, നിന്റെ പപ്പായ്ക്ക് അങ്ങനെയാണ്, ഉമ്മാക്കാണ്, കച്ചവടം അങ്ങനെ ഇങ്ങനെയാണ്. ഇത് നമ്മൾ വിശ്വസിച്ചാൽ എന്തായി? മുശ്രിക്കല്ലേ? മുസ്ലിം ഇസ്ലാമിന്ന് പുറത്തു പോയില്ലേ? ഒരു ശുദ്ധ കാഫിർ പറയാണ്. അവര് വെച്ചിട്ട് നിലവിളക്ക് വെച്ചിട്ട് അവരുടെ വേദഗ്രന്ഥം തുറന്നു വെച്ചിട്ട് കുറെ വായിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ അവർക്ക് പൈസയും കൊടുക്കുന്നു, അവർ പറയും, നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കുല്ലു സാഹിരിൻ കാഫിർ. അലി റളിയല്ലാഹു റിപ്പോർട്ട് ഹദീസാണ്. സിഹ്ർ ചെയ്യുന്നവനല്ല, ഇങ്ങനെയൊക്കെ കൂടോത്രമൊക്കെ ചെയ്തവരത്തിനെ ഒതുക്കുക, തളയ്ക്കുക, തകർക്കുക, ഇവരെല്ലാം കാഫിറാണ്. നബീന റസൂലുള്ളാഹി റസൂൽ പറഞ്ഞ വാക്കാണ്. ഹബീബ് അലി റളിയല്ലാഹു റിപ്പോർട്ട് ഹദീസാണ്. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന ഔ കമാ ഖാല ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 3 വിഭാഗക്കാർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. അവർക്ക് സ്വർഗ്ഗപ്രവേശനമില്ല. അവർ സ്വർഗ്ഗത്തിന്റെ പരിമളം ആസ്വദിക്കുകയില്ല. അതിൽ ഒരു വിഭാഗത്തെ അല്ലാഹുവിന്റെ റസൂൽ പറയുക, മുസദ്ദിഖുൻ ബിസ്സിഹ്രി, നിലവിളക്ക് വെച്ചിട്ട് അവരുടെ മുന്നിൽ പറഞ്ഞു കൊടുക്കുന്ന പ്രശ്നം നോക്കാൻ പോയി അവർ പറയുന്ന വാക്കുകളുണ്ടല്ലോ, അതിൽ വിശ്വസിക്കുന്ന നാരിമാരെ, സഹോദരിമാരെ, അവരെ നാളെ സ്വർഗത്തിൽ അല്ലാഹു പ്രവേശിപ്പിക്കുകയില്ല. നബീന റസൂലുള്ളാഹി. പെട്ടെന്ന് വിശ്വസിക്കുന്ന പെണ്ണുങ്ങളാണ്. പെട്ടെന്ന് ഇതിൽ ആണുങ്ങൾ അങ്ങനെ വിശ്വസിക്കില്ല. നിങ്ങൾ പോയി നോക്ക്, ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി നോക്ക്, കൂടുതൽ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ പോയി നോക്ക്. ആണുങ്ങളായിട്ടൊരാൾ വരും, വണ്ടി ഓടിക്കാൻ ഡ്രൈവർ, ബാക്കി പെണ്ണുങ്ങളായിരിക്കും മൊത്തം കസ്റ്റമർ. വണ്ടി ഓടിക്കാൻ ഡ്രൈവർ അവനാണ്, അത് പെണ്ണില്ലല്ലോ, അവനെ പറ്റ വലിയ പാടായിരിക്കും. പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ പെണ്ണുങ്ങൾ കൂടുതൽ ഇതിന് പോകാൻ സമീപിക്കുന്നത് ജുമാടെ ദിവസമാണ്. ഇക്ക പള്ളിക്ക് പോകുന്ന സമയം നോക്കിയിട്ട് പെട്ടെന്ന് പോയി കാര്യം സഹിച്ചിട്ട് ഇക്ക വരുമ്പോഴേക്ക് തിരിച്ചു വിടത്തും.
സിർക്കിന്റെ അടുക്കലേക്ക് അതാണ് സഹിക്കാൻ പറ്റാത്ത. മുശ്രിക്കായി പോലും മുസ്ലിം ഇസ്ലാമിന്ന് പുറത്തു പോവല്ലേ, ഇസ്ലാമിന്ന് പുറത്തു പോവല്ലേ. വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖറഅതു ഫീ ബഅദിൽ കുതുബി, ചില ഗ്രന്ഥം ഞാൻ പഠിച്ചു നോക്കിയപ്പോൾ ഞാൻ അതിൽ കാണുകയുണ്ടായി, യഖൂലുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലാ അനാ, ഞാനല്ലാതെ ഈ ഭൂലോകത്തിൽ ഒരു ഇലാഹ് ഇല്ലേ ഇല്ല, ലൈസ മിന്നീ ولا من سحر وليس مني من سحر ولا من سحر بي ولا من تكهن ولا من تكهن به ولا من تطير ولا من تطير به. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹ് പറഞ്ഞതായിട്ടാ പറയുന്നത്, ഞാനല്ലാതെ ഒരു ഇലാഹില്ല, ഞാനല്ലാതെ ഒരു ആരാധനില്ലേ ഇല്ല. എന്റെ അസ്തിത്വത്തിൽ എന്റെ വാക്കുകളെയും എന്റെ പ്രവൃത്തികളെയും ആരാണോ ഉൾക്കൊള്ളുന്നത്, ആരാണോ സ്വീകരിക്കുന്നത്, അവരാണ് എന്റെ ഇഷ്ടദാസന്മാർ, ദാസിമാർ. ആ ഇഷ്ടദാസന്മാരിൽ നിന്നും ദാസിമാരിൽ നിന്നും കുറെ ആളുകളെ ഞാൻ ഒഴിവാക്കി നരകത്തിന്റെ മക്കളാക്കി വെച്ചിട്ടുണ്ട്. അവരിൽപ്പെട്ടവരാണ് മൻ സഹറ വലാ മൻ സുഹിറ ബിഹി, സിഹ്ർ ചെയ്യുന്നവൻ, സിഹ്ർ ചെയ്യാൻ ആവശ്യപ്പെടുന്നവൻ, സിഹ്ർ ചെയ്യാൻ ആവശ്യപ്പെടുന്നവൻ. ഒരാളെ ഇടങ്ങേറാക്കാൻ വേണ്ടി അവനെ കാടമുട്ടയ്ക്കകത്ത് ഞാൻ ചെയ്തു തരാളിയ, നീ ഇത്ര രൂപ എനിക്ക് എന്നാ മതി, ഇനിയും അവൻ ഗൾഫിലേക്ക് പോകില്ല, അവന്റെ ഒടുക്കത്തെ വരവായിരിക്കും, ഇനി അവൻ പോകില്ല ആ സംഭവം. അല്ലെങ്കിൽ പോയാലോ അവൻ എണീറ്റ് വരാതിരിക്കാനുള്ള പണി ഞാൻ ചെയ്തു തരാം. അളി എനിക്ക് കാര്യമായിട്ട് ചെയ്തത് ഹറാമ, ഇതെല്ലാം ചെയ്യുന്നത് ശരിയല്ല, എന്നാൽ അളി ഒരു 50,000 രൂപ പറഞ്ഞു, എന്തായാലും അള്ളാന്റെ ഭാഗത്ത് ഇടി കൊള്ളണം, ഒരു 50,000 രൂപ ദുനിയാവിലെങ്കിലും കിട്ടട്ടെ, കൊടുക്കും ആളുകൾ. കാര്യം സഹിക്കണം, അവനെ എങ്ങനെ ഒതുക്കണം. ഇത് കൊടുക്കുന്നവനും ഇത് ചെയ്യുന്നവനും രണ്ടുപേരും അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരെ അല്ല, ചെയ്യാൻ പാടില്ല. ശിർക്കല്ലേ, അത് കഫറല്ലേ, അത് ശിർക്കാണത്, കുഫറാണ്. കുഫറിലേക്ക് കൊണ്ടു ഒരാൾ നമ്മളോട് എത്ര അക്രമം പ്രവർത്തിച്ചവനാകട്ടെ, നമ്മൾ എന്തിന് അവനെതിരെ നമ്മള് ഇല്ലല്ലാ റബ്ബേ പടച്ചവനെ നീ കാക്കണം, നീ നോക്കണം, എന്നെ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്ത് നീ എന്താന്ന് വെച്ചാൽ തീരുമാനം എടുത്തു, യാ അല്ലാഹ്. ഉഫവ്വിളു അംരീ ഇലല്ലാഹ്, ഉഫവ്വിളു അംരീ ഇലല്ലാഹ്, അല്ലാഹുവേ എന്റെ സകലമാന കാര്യങ്ങളും നിന്നിൽ ഞാൻ ഇത് അർപ്പിക്കുകയാണ് റബ്ബേ. അങ്ങോട്ട് വിട്ടാൽ മതിയല്ലോ, പടച്ചവൻ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തുള്ളല്ലോ. അള്ളാഹെക്കാട്ടിലും വലിയ കഴിവൊന്നും മഖ്ലൂഖിക്ക് അല്ലാഹു തആല നൽകിയിട്ടില്ലല്ലോ. അതൊക്കെ പിശാചിന്റെ പണികളാണ്, ശൈത്താന്റെ പണികളാണ്. ശൈത്താൻ അങ്ങനെയാണ് ചെയ്യുന്നത്, പണി കൊടുക്കുന്നത് ശൈത്താനാണ്, അവന്റെ പണി അതാണ്, ശൈത്താന്റെ പണിയാണ്. അപ്പൊ ശൈത്താനെ വഴിപ്പെട്ടില്ലേ, ശൈത്താനെ വഴിപ്പെട്ടാൽ ആരായി മാറും? നരകത്തിന്റെ അവകാശിയായി മാറും. അള്ളാഹെ വഴിപ്പെടാത്തവനാണ് ഇബ്ലീസ്, അള്ളാഹെ വഴിപ്പെടാത്തവനാണ് ഇബ്ലീസ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഇബ്ലീസ് ആവാനുള്ള കാരണം എന്താ? ഇബ്ലീസ് ആകാനുള്ള കാരണം എന്താ? എന്താ ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ദുനിയാവിൽ ലോകത്ത് വെച്ച് ആദ്യമായിട്ട് മരിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ മറുപടി? ആദ്യമായിട്ട് ലോകത്ത് മരിച്ച ആളാരാ നമ്മൾ ചോദിച്ചാ ആരാണ് മറുപടി പറയാ? ഞാൻ ചോദിക്കുന്നില്ല, നമ്മൾ പെട്ടെന്ന് പറയുന്ന വാക്കെന്താ? ഹബീൽ അല്ലേ? ഹബീലല്ലേ ആദ്യമായിട്ട് മരിച്ചത്? ഇല്ലയോ? ലോകത്ത് ആദ്യമായിട്ട് മരിച്ച ഹബീലല്ലേ? ഇല്ലയോ? അത് കേൾക്കുന്നോണ്ട് ഗുണമുണ്ടോന്ന് അറിയാനാ ചോദിക്കുന്നത്. ആണോ? അതെ എന്നാ ഞാൻ പറയുന്ന അല്ലാന്ന്. കുടുങ്ങിയ അല്ല എന്ന് പറഞ്ഞ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ പറയുന്ന വാത് നിങ്ങൾ കേട്ടോണം, മിണ്ടാൻ പാടില്ല. ഞങ്ങൾക്ക് അല്ലാഹ് ചെയ്തൊരു തൗഫീഖ് അതാണ്. ഞങ്ങൾ പറയും നിങ്ങളിരുന്ന് കേട്ടോണം, മിണ്ടാതെ. മിണ്ടാതെ കേട്ടോ എഴുന്നേറ്റ് പോവും, അത് തന്നെ. അല്ലാതെ എന്ത് പറഞ്ഞാലും പിന്നെ മറുപടിയൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇട്ടാൽ മതി. അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയി വരിച്ച എന്തൊക്കെയാണ് ഈ പറയുന്നത്, പിടുത്തം കിട്ടുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ വാക്കല്ല കേട്ടോ, ഞാനല്ല പറയുന്ന വാക്ക്, ഞാനല്ല. ഇതൊക്കെ പറയുന്നത് അള്ളാഹുവാണ്. ആദ്യമായിട്ട് മരിച്ചത് നമ്മുടെ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തിൽ ഹാബീലാണ് മരിച്ചത്. കാബീല് ഹാബീലിനെ കൊന്നു. ഒരു പെണ്ണിന്റെ വിഷയത്തിലാ അടി, അവിടെ മൂലം തുടങ്ങുക പെണ്ണിന്റെ കാര്യം. ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാകുന്ന പെണ്ണിന്റെ വിഷയത്തിലല്ലേ? ഇല്ലേ?
ഭർത്താവിനെ വഞ്ചിക്കുന്നതും ഭർത്താവിനെ കൊല്ലുന്നത്, ഭാര്യ അടക്കം കാമുകനോട് ചേർന്ന് മകളെയും മക്കളെയും ഭർത്താവിനെയും കൊല്ലുന്നത് എന്തിന്റെ പേരിലാണ്? പെണ്ണിന്റെ വിഷയത്തിലാണ്, പെണ്ണിന്റെ പേരിലാണ്. ഇത് തുടക്കം കുറിച്ചതാണ് ആദമിന്റെ മക്കളാണ്, ഖാബീൽ ഹാബീൽ. അവിടെ വെച്ചാണ് അതാണ് തുടക്കം കുറിച്ചത്, അവിടെ മുതലെയാണ്. ആ തുടക്കം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് മഹിസർ വരെ കാണുവാടി സംഭവം, ഖിയാമത്ത് നാൾ വരെ അത് കാണുന്ന സംഭവം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, അല്ലാഹുവേ, ആദ്യമായി മരിച്ചത് നിന്റെ സൃഷ്ടികളിൽ ആരാണ്? നിന്റെ സൃഷ്ടികളിൽ വെച്ച് ആദ്യമായി മരിച്ചത് ആരാണ്? അല്ലാഹു തആലയോട് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞു, أوحى الله إلى موسى يا موسى أول مات من خلقي أول من مات من خلقي إبليس. അള്ളാഹു പറഞ്ഞ മറുപടിയാണ്, അള്ളാഹ് മൂസാ നബിക്ക് പറഞ്ഞ മറുപടിയാണ്. ആദ്യമായിട്ട് എന്റെ സൃഷ്ടികളിൽ നിന്ന് മരിച്ചവൻ ഇബ്ലീസാണ്, ഇബ്ലീസാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അള്ളാഹ് വീണ്ടും പറയാണ്, ഇന്നമാ വഹുവ അസാനി, അവൻ എനിക്ക് എതിര് പ്രവർത്തിച്ചവനാണ്, എന്നെ ധിക്കരിച്ചവനാണ്, എനിക്കെതിരെ ധിക്കാരം പ്രവർത്തിച്ചവനാ. ഇന്നമാ അഇദ്ദു മൻ അസാനി മിനൽ അംവാത്, എന്നെ ധിക്കരിക്കുന്നവർ, എന്റെ വാക്കിനെ സ്വീകരിക്കാത്തവർ, ഞാൻ പറയുന്ന വഴികളെ അംഗീകരിക്കാത്തവരെ ഞാൻ മരിച്ചവന്റെ കൂട്ടത്തിലാണ് പെടുത്തുക മൂസ. അതുകൊണ്ട് ഞാൻ സുജൂദ് ചെയ്യാൻ ഇബ്ലീസിനോട് പറഞ്ഞപ്പോ അസാനി അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ, അവൻ അഹങ്കരിച്ചു, അവൻ നിഷേധിച്ചു, അവൻ പ്രൗഢി നടിച്ചു, അവൻ ധിക്കരിച്ചു, ധിക്കാരിയായി. അപ്പോൾ ഞാൻ അവനെ കുഫാറുകൾ പെടുത്തുകയും അവനെ ഞാൻ മരിപ്പിക്കുകയും ചെയ്തു മൂസ. അല്ലാഹ് ഇവിടെ ഉപയോഗിച്ച വാക്ക് ഇന്നമ അഇദ്ദു മൻ അസാനി മിനൽ അംവാത്, എനിക്കെതിരെ പ്രവർത്തിക്കുകയും എന്നോട് പാപം ചെയ്യുകയും ചെയ്യുന്നവനെ ഞാൻ മരിച്ചവന്റെ കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാം മരിച്ചവരല്ലേ? മരിക്കാത്ത ഒരാൾ കൈവക്ക്. ഈ പറഞ്ഞ വാക്കനുസരിച്ച് ഇന്നമ അഇദ്ദു മൻ അസാനി, പാപം ചെയ്യുന്നവൻ, അല്ലാഹയെ ധിക്കരിക്കുന്നവനെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് ഗണത്തിലാണ് പെടുത്തിയത്? ശവം, ശവം. പാപം ചെയ്യാത്തവൻ, പാപം ചെയ്യുന്നവർ മുഴുവനും അല്ലാഹു തആല പറഞ്ഞ വാക്കാണ്, അവരെല്ലാം പാപികളാണ്, പാപികളാണ്. അങ്ങനെ പാപികളായവന്റെ ഹൃദയം മരിച്ചുപോയി. അപ്പൊ ഇബ്ലീസാണ് ആദ്യമായിട്ട് മരിക്കുന്നത്, ഇബ്ലീസാണ് ആദ്യമായിട്ട് മരിക്കുന്നത്. കാരണം എന്താ? അള്ളാഹ്ക്കെതിരെ പ്രവർത്തിച്ചു, അതാണ് മരണം. അപ്പൊ മരണം അപ്പൊ രണ്ടുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. ആത്മീയമായിട്ടൊരു മരണമുണ്ട്, ശാരീരികമായിട്ടൊരു മരണമുണ്ട്. ശാരീരികമായ മരണത്തിലാണ് ഹാബീൽ ഒന്നാമത്, ആത്മീയമായ മരണത്തിൽ ഇബ്ലീസ് ഒന്നാമത്. ഇബ്ലീസ് മാത്രമല്ല, നമ്മളുമെല്ലാം അയാളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അള്ളാഹുവിന്റെ കണക്ക് പ്രകാരം നോക്കുമ്പോൾ പാപം ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഇബ്ലീസായി മാറിയില്ലേ? നമ്മളൊക്കെ പാപം ചെയ്യുന്നവരാണ്, ഇബ്ലീസായി മാറി. അപ്പൊ ഇബ്ലീസ് ആവുമ്പോൾ നമ്മൾ മരിച്ചു, ആത്മീയമായി നമ്മൾ മരണപ്പെട്ടു പോയി. ഈ മരിച്ച നമുക്കൊരു പുനർജന്മം വേണമല്ലോ, അതിനെന്താ വഴി? അതിനെന്താണ് വഴി? മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ലയ്യലിജ മലകൂതസ് സമാവാതി വൽ അർദ് മല്ലം യൂലദ് മറത്തൈൻ, രണ്ട് പ്രാവശ്യം ജനിക്കാത്തവൻ സ്വർഗലോകത്ത് പ്രവേശിക്കുകയേ ഇല്ല. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, രണ്ട് പ്രാവശ്യം ജനിക്കണം സ്വർഗത്തിൽ കയറണമെങ്കിൽ. ഒന്ന് യഥാർത്ഥ മരണം, ഒന്ന് യഥാർത്ഥമായ മരണം. അങ്ങനെ യഥാർത്ഥമായി അവൻ ജീവിച്ചു, അതവൻ സ്വർഗത്തിലാണ്. രണ്ടാമത്തെ മരണം എന്താണ്? അവൻ പാപം ചെയ്തപ്പോൾ അവൻ ആത്മീയമായി അവന്റെ ഹൃദയം മരിച്ചുപോയി. ഇനി അവന്റെ ഹൃദയത്തെ പുനർജീവിപ്പിക്കാനുള്ള ഒരേ ഒരു വഴി എന്താണ്? അൽ ഹജ്ജ്. എന്താ ഹജ്ജ് കൊണ്ട്? മൻ ഹജ്ജ വലം യർഫുസ് വലം യഫ്സുഖ്
رجعك يوم ولدته أمه أو كما قال رسول الله. ഒരശ്ലീലതയില്ലാതെ, ഒരനാവശ്യ വർത്തമാനമില്ലാതെ, ഒരധർമ്മം പ്രവർത്തിക്കാതെ ഹജ്ജിന്റെ മാസത്തിൽ അള്ളാന്റെ നാട്ടിൽ വന്ന് ആരാണോ ഹജ്ജ് ചെയ്തത്, അവൻ മടങ്ങുമത്രേ. കയൗമ വലദതുഹു ഉമ്മുഹു, ഇന്ന് അവന്റെ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ, ഒരു പാപം പോലും ചെയ്യാത്ത കുട്ടിയെ പോലെ മടങ്ങുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അപ്പൊ ആത്മീയമായി അവൻ ജനിച്ചു, രണ്ടാമത് പുനർജന്മമായി. മരിച്ചിട്ടാണല്ലോ നമ്മൾ ഹജ്ജിന് പോകുന്നത്, പാപം ചെയ്തിട്ടല്ലേ ഹജ്ജിന് പോകുന്നത് അല്ലേ? ഈ പാപം ചെയ്തിട്ടാണ് ഹജ്ജിന് പോകുന്നത്. ഹൃദയം മരിച്ചുപോയി, ഹൃദയം മരിച്ചു. ഈ മരിച്ച ഹൃദയത്തെ പുനർജീവിപ്പിക്കണം. പുനർജീവിപ്പിച്ചെങ്കിലേ സ്വർഗത്തിൽ പ്രവേശിക്കുള്ളൂ. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കാണ്. അങ്ങനെ പുനർജനിക്ക് വേണ്ടിയുള്ള ഒരു പണിയാണ് ഹജ്ജ്. പുനർജനിക്കാനുള്ള ഒരു വഴിയാണ് ഹജ്ജ്. ആത്മീയമായി അവൻ ജനിക്കുകയാണ്, അവൻ ജീവിക്കാൻ. ഒരുപാട് ഹദീസ് ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, റജഅക യൗമ വലദതുഹുമു, റജഅക യൗമ വലദതുഹുമു. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ കൂടുതലും അല്ലാഹ് പറയുന്ന വാക്കെന്താ? റജഅക യൗമ വലദതുഹുമു, റജഅക യൗമ വലദതുഹുമു. ഇന്നവന്റെ ഉമ്മ പ്രസവിച്ചവനെ പോലെയാണ്, ഇന്നവന്റെ ഉമ്മ പ്രസവിച്ചവനെ പോലെയായി മടങ്ങി വരും എന്ന് പറഞ്ഞവൻ ഉഫ്റലഹു എന്നങ്ങ് പറഞ്ഞാൽ പോരെ? അങ്ങനല്ല പറഞ്ഞത്. ഇന്നവന്റെ ഉമ്മ അവനെ പ്രസവിച്ചവനെ പോലെയാണ്. പ്രസവിക്കപ്പെട്ട കുട്ടി തെറ്റ് ചെയ്യാത്ത കുട്ടിയാണ്, പാപം ചെയ്യാത്ത കുട്ടിയാണ്. പാപം ചെയ്ത മനുഷ്യന്റെ ഹൃദയം ചത്തുപോയി. ആ ചത്തുപോയ മൃതശരീരത്തെ പുനർജീവിപ്പിക്കാനുള്ള ഒരേ ഒരു വഴി ഹജ്ജ്. ഹജ്ജ് അല്ലാതെ മറ്റൊരു മാർഗമില്ല. ഹജ്ജ്, അതാണ് ഹജ്ജ്. അതാണ് ഹജ്ജിന്റെ ഉത്സാരം. ഹജ്ജിന് പോകാതെ പിടിച്ചു വെച്ചിരിക്കും. നമ്മൾ പൈസ എല്ലാം പിടിച്ചു വെച്ചിട്ട് പാവത്രയും ചെയ്തിട്ട് പിടിച്ചു വെച്ചിരിക്കാം. 3 ലക്ഷം രൂപ. അല്ലാഹ്, ഈ ഓണത്തിന് 3 ലക്ഷം രൂപ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ അളിയ 6 ലക്ഷം രൂപ കിട്ടത്തില്ല. നമുക്ക് അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് പോകാം. ഹജ്ജിന് പോകാൻ സാമ്പത്തികമുള്ളവർ ഉഡായിപ്പ് നയം നടിക്കും. ഉഡായിപ്പ് നയം എന്താ പറയാ? പെണ്ണിനെ കെട്ടിക്കാനുണ്ട്, വീട് വെക്കാനുണ്ട്, ഇച്ചിരി 1-2 ബാധ്യതകളോടുണ്ട് അളിയ, അതെല്ലാം കൂടെ ഒന്ന് തീർന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പോകാതെ നിയത്ത്. ശ്രദ്ധിച്ചോ? അങ്ങനെ പറയുന്ന ഒരു ഒറ്റ ഹദീസ് ഞാൻ പറഞ്ഞുതരാം. ഒരു ഹദീസ് ശ്രദ്ധിച്ചു, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക വേണമെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ മിൻ അബ്ദിൻ യദഉൽ ഹജ്ജ ലിഹാജത്തിൻ മിൻ ഹവായിജിദ് ദുനിയാ ഇല്ലാ റുയൽ മുഖല്ലഫീൻ إلا رؤيا المخلفين قبل أن يقضي تلك الحجة أو كما قال رسول الله. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, സാമ്പത്തികമായി കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാനുള്ള വഴിയുണ്ടായിട്ട് ഏതെങ്കിലും ഒരു ഉഡായിപ്പ് ന്യായം പറഞ്ഞ് കാരണം പറഞ്ഞ് പിന്നീടത്തേക്ക് പോകാമെന്ന് ഹജ്ജിനെ നിങ്ങൾ മാറ്റിവെച്ചാൽ അവനെ ഇസ്ലാമിക വീക്ഷണത്തിൽ കാണപ്പെടുന്നത് മുതഖല്ലഫീങ്ങളിൽ പെട്ടവനാണ്. അതായത് ഇസ്ലാമിന് വേണ്ടി ധർമ്മസമരത്തിലെ പങ്കാളിത്തം വഹിക്കുമ്പോ യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞോടുന്നവരുണ്ടല്ലോ, വിരണ്ടോടുന്നവരുണ്ടല്ലോ, അവർ നാളെ നരകത്തിലാണ്. അതേറ്റവും വലിയ ശിക്ഷയാ. ആ ഗണത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുന്നത് സാമ്പത്തികമായി പണമുണ്ടായിട്ട് ഹജ്ജിന് പോകാതെ മറ്റൊരാവശ്യത്തിന് വേണ്ടി നാളേക്കെന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ ഇവരെ ആ ഇനത്തിൽ പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇല്ലാ റുയ അൽ മുഖല്ലഫീന ഖബ്ല അൻ യഖ്ളിയ തിൽകൽ ഹജ്ജ. പിന്തിരിഞ്ഞോടുന്നവർ അള്ളാഹുവിന് വേണ്ടി ഹജ്ജിന് പോകാതെ അടുത്താൽ മോളെ കെട്ടിക്കട്ടെ, കുഞ്ഞിനെ കെട്ടിക്കട്ടെ, കുഞ്ഞു വളരട്ടെ, വീട് വെക്കട്ടെ, അത് പകുതിയിൽ 4 പില്ലറിലായിരിക്കും, ഇനി ഒന്നുകൂടെ ആകട്ടെ, ഫസ്റ്റ് നമ്മൾ ഫ്ലോർ ആക്കിയിട്ട് പോയി ഇതൊന്നും പണി അള്ളാന്റെ അടുക്ക് നടക്കൂല, നമ്മുടെ അടുക്ക് ഇതൊക്കെ നടക്കുക. ഇനി അള്ളാന്റെ മറ്റൊരു പണി കേൾക്കണോ? ആരെങ്കിലും ഇനി ഇപ്പൊ ഇങ്ങനെ ഒരു നിയമം അനുസരിച്ച് അങ്ങനെ അവന്റെ പണി അങ്ങനെ തുടങ്ങാനാണ് അവന്റെ പ്ലാൻ എങ്കിൽ അള്ളാഹ് അവന് കൊടുക്കുന്ന പണി എന്നറിയോ? അവന്റെ ജീവിതത്തിൽ ഹജ്ജിന് പോകാൻ പറ്റൂല. അവന്റെ ദുനിയാവിൽ അള്ളാഹു തആല ഒരുപാട് പണി അവന്റെ തലമണ്ടലോട്ട് കെട്ടിവെക്കും. وما من عبد يدع الحج وما من عبد يظن نفقته فيما يرضي الله إلا
അൻഫഖഹു അളാഫഹാ ഫീമാ യുസ്ഖിതില്ലാ ഔ കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ഉണ്ടായിട്ട് അത് റബ്ബിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാതെ അവൻ പിടിച്ചു വെച്ച് പിശുക്ക് കാണിച്ച് ലുബ്ദ് കാണിച്ചാൽ ഇല്ല അൻഫഖ അളാഫാ ഫീമാ യുസ്ഖിതില്ലാ, അവൻ പിടിച്ചു വച്ചതിനേക്കാൾ ഇരട്ടി ഇരട്ടി ഈ ദുനിയാവിൽ അല്ലാഹു അവനെ കൊണ്ട് ചെലവ് ചെയ്യിപ്പിക്കാതെ അല്ലാഹു അവനെ ഈ ഭൂലോകത്ത് നിന്ന് മരിപ്പിക്കുകയേ ഇല്ല. ഈ ദുനിയാവ് അവന്റെ തലയിൽ നിന്ന് മാറാത്ത വിധത്തിൽ ഈ ഭൂലോകത്ത് അല്ലാഹു വലിയ ജോലി അവനെ ഏൽപ്പിക്കുമത്രേ. ഹബീബുൻ റസൂലുള്ളാഹി. ഹജ്ജിന് പോകാനുള്ള വഴിയുണ്ട്, സാമ്പത്തികം കൊണ്ട് എല്ലാം ഉണ്ടായിട്ട് ഹജ്ജിന് പോകാതിരുന്ന അള്ളാഹു ഒരുപാട് പണി അവന്റെ തലമണ്ടലിട്ട് ഏൽപ്പിച്ചേക്കും. നീച്ചോ വീട് വെക്കാൻ അള്ളാഹ് ഏൽപ്പിക്കും. വീട് ഒരു കാലത്തും വെച്ചാലും തീരൂല വീട്. إذا أراد الله بعبد سرا أحضره اللبنا والتين حتى يبنى أو كما قال رسول الله. ദുനിയാവിൽ വെച്ച് ഒരാളെ അള്ളാഹു നിന്ദിക്കാനും അവന്റെ മേൽ ശർറക്കാനും അള്ളാഹുവിന്റെ തീരുമാനം വന്നാൽ കുറെ കല്ലും കട്ടയും മെറ്റിലും സിമന്റും അവന്റെ തലമണ്ടയിലേക്ക് അള്ളാഹു ഇട്ടുകൊടുക്കുമത്രേ. ഹത്താ യബ്നാ, അവൻ അതിങ്ങനെ പണി കഴിപ്പിച്ചുകൊണ്ട് അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. ഒരിക്കലും ആ പണി അവസാനിക്കുകയേ ഇല്ല. അള്ളാന്റെ പണി അതാണ്. ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും രോഗം കൊടുക്കും പെണ്ണുപിള്ളക്ക്, കൊണ്ടുപോകും ആശുപത്രിയിൽ. നിന്റെ പണി അത് തന്നെയാണ്. പിന്നെ ഒരു കാലത്ത് ഹജ്ജിന് പോകാൻ പറ്റൂല. കാരണം എന്താ? ഒന്നീ ഇവള് മരിക്കണം. കാരണം എന്നും ഇവളെ ആശുപത്രി കൂടെ ഞാനല്ല, വേറെ ആരുമില്ല. ആഫിയത്തുള്ള സമയത്ത് ഹജ്ജിന് പോകാൻ പറഞ്ഞിട്ട് പോയില്ല. നിന്റെ മരിച്ചു നിന്നെ ഒന്ന് ജീവിപ്പിക്കാൻ ഉള്ള ഒരു പണി തരാന്ന് പറഞ്ഞു. നീ പോയില്ല, ഒന്ന് പോയില്ല. അപ്പൊ നീ പൊയ്ക്കോ ആശുപത്രി മെഡിക്കൽ കോളേജ് കയറി ഇറങ്ങും. അപ്പൊ അവ നിരാശനായി മാറും. അള്ളാന്റെ അടുത്ത് കളി വേണ്ട. പൈസ ഉള്ളവൻ വണ്ടി വിട്ടോളി, അടുത്ത വർഷം പോയി ഒന്ന് ജീവിപ്പിച്ചോണ്ട് പോവാ. അപ്പൊ ചത്തിരിക്കുക നമ്മളെല്ലാരും ചത്തിരിക്കുകയാണ്. മൊത്തം പേരും ചത്തിരിക്കുകയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ജീവിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഒരുപാട് നിഅമത്തുകൾ പരിശുദ്ധമായ മക്കയിൽ വെച്ചിട്ടുണ്ട്, കഅബയിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തിനത് കളയണം? ഈ പാവപ്പെട്ട പെണ്ണുങ്ങളെ കൂടെ കൂട്ടിയിട്ട് പോ. വെറുതെ കറങ്ങാൻ പോകുന്ന സമയം കൊണ്ട് അങ്ങോട്ടേക്ക് പോ. അവിടെ പോട്ടെ, കാണട്ടെ. അൽ കഅബതു മഹ്ഫൂഫത്തുൻ ബിസബഈന അൽഫിൻ മിനൽ മലായിക. 70,000 മലക്കുകളെ കൊണ്ട് പരിശുദ്ധമായ കഅബ പൊതിയപ്പെട്ടിരിക്കുകയാ. യസ്തഗ്ഫിറൂന ലിമൻ താഫ ബിഹാ വലിമൻ സല്ലാ ബിഹാ ഔ കമാ ഖാല റസൂലുള്ളാഹി. ആ കഅബയെ ആരാണോ തവാഫ് ചെയ്യുന്നത് അവർക്ക് വേണ്ടി 70,000 മലക്കുകൾ ഇതാ തസ്ബീഹ് ചൊല്ലുകയാണ്, ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. ആ കഅബയുടെ പൂമുഖത്ത് നമസ്കരിക്കുന്നവർക്ക് വേണ്ടി 70,000 മലക്കുകൾ സലാത്ത് ചൊല്ലുകയാണ്. 70,000 മലക്കുകളെ കൊണ്ട് ആ കഅബ പൊതിഞ്ഞിരിക്കുന്നത്. എപ്പോഴും അവരവിടെ തന്നെ കാണും. ആ കഅബയിൽ എപ്പോഴും അവർ തന്നെയാണ്. 70,000 മലക്കൾ ആ കഅബയെ പിടിച്ച്, അതിന് അവരുടെ മുകളിലെ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. 70,000 മലക്കൾ ഉണ്ടാവും. അവരെപ്പോഴും നമുക്ക് കൊണ്ട് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹ് പുറത്തോടുള്ള വരുന്നവൻ പാവപ്പെട്ടവനുള്ള സാധുക്കളാണല്ലോ. പുറത്തോടുള്ള ഇതാണ് കഅബ. കഅബയേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെയും നിങ്ങളുടെയും ശരീരത്തിന് അല്ലാഹു തആല വില നൽകി. കഅബയേക്കാൾ. അത് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് നമ്മളൊക്കെ വലിയ മനുഷ്യന്മാരാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ മാന്യനാരാണ്? സമ്പത്തുള്ളവനാണ്, പ്രതാപമുള്ളവനാണ്, അധികാരമുള്ളവനാണ്, സമ്പത്തുള്ളവനാണ്, പണമുള്ളവനാണ്. അവനെയുള്ള പവറ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ മനുഷ്യനെ അള്ളാഹു ആദരിച്ചു, അള്ളാഹു ബഹുമാനിച്ചു. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അള്ളാഹു ആദരിച്ചു, അള്ളാഹു ബഹുമാനിച്ചു എന്നെയും നിങ്ങളെയും. എതിനേക്കാൾ? കഅബയേക്കാൾ, മലക്കുകളേക്കാൾ. അനിൽ ഹൈക്കൽ ഇബ്നു ജാബിർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതൂഫു ബിൽ കഅബ. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലുമായി പരിശുദ്ധമായ കഅബയെ വലയം ചെയ്യുന്ന സമയത്തിൽ ഇദ് അഖ്ബല റജുലുൻ ഫയതഅല്ലഖു ബിഅസ്താരിൽ കഅബ. ഒരു ചെറുപ്പക്കാരൻ ആ കഅബയുടെ മൂടുപടം പിടിച്ചിട്ട് ഫയഖൂലു, അവൻ പറയുകയാ, അലാ മാ ഗഫറ
ഗഫർതലി ബിഹുർമതി ഹാദൽ ബൈത്ത്. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ പാവനമായ കഅബയുടെ ബർക്കത്ത് കൊണ്ട്, ഈ കഅബയുടെ ഹുർമത്ത് കൊണ്ട് എന്നെ, എന്റെ പാപങ്ങളെ നീ മാപ്പ് ചെയ്യണേ അല്ലാ എന്ന് ആ ചെറുപ്പക്കാരന്റെ വിളി കേട്ടപ്പോ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ആ സഹോദരനെ വിളിക്കുകയാണ്. യാ ഫുലാൻ അലാ ഖുൽത ബിഹുർമതി ഹാദാ ലിമാ ഗഫർതലി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏ സഹോദരാ, ചെറുപ്പക്കാരാ, നീ അങ്ങനെ പറയരുതേ, അങ്ങനെ പറയരുതേ. നിന്റെ ശരീരത്തെ കൊണ്ട് സത്യം അല്ലാഹുവേ, ഈ ശരീരത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ ശരീരത്തിന്റെ ഹുർമത്ത് കൊണ്ട് എന്റെ പാപങ്ങളെ മാപ്പ് ചെയ്യണേ അല്ലാ എന്ന് പറയലാണ് നിനക്ക് ശ്രേഷ്ഠത. കഅബയെ കൊണ്ട് നിനക്ക് ഹുർമത്തിനേക്കാൾ ശ്രേഷ്ഠം അതാണെന്ന് ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി. കഅബയുടെ ഹുർമത്ത് കൊണ്ട് എന്റെ പാപം പൊറുക്കണം എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു റസൂൽ തിരുത്തി കൊടുത്തു. അങ്ങനെ പറയരുത്, നിന്റെ ശരീരത്തിന്റെ ഹുർമത്ത് കൊണ്ട് എന്റെ പാപം പൊറുത്താന്ന് പറ. കഅബയേക്കാൾ നിന്റെ ശരീരത്തിനാണ് വില. നമുക്ക് വല്ല വിലയുണ്ടോ? വല്ല വിലയുണ്ടോ? നമ്മുടെ ശരീരത്തിന് വിലയുണ്ടോ? അതാണ് വിലയുണ്ട്. കിഡ്നിക്ക് കൊടുത്താൽ 5 ലക്ഷം 6 ലക്ഷം രൂപ കിട്ടും. അതേ അറിയുള്ളൂ നമുക്ക്. അതല്ല അവിടെ ശരീരത്തിന്റെ വില നമുക്കറിയില്ല. അല്ലാഹു റസൂൽ പറഞ്ഞ അനിൽ ഹൈക്കൽ ഇബ്നു ജാബിർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. കഅബയ്ക്ക് വിലയില്ല എന്നല്ല, ഹുർമത്ത്, കഅബയുടെ ഹുർമത്തില്ല എന്നല്ല, അല്ലാഹു റസൂൽ മനുഷ്യന്റെ വില അവിടെ പഠിപ്പിക്കാൻ. വലഖദ് കറംനാ ബനീ ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത് വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. അള്ളാഹു എല്ലാരെക്കാളും കൂടുതൽ സ്നേഹിച്ചു, ആദരിച്ചു, ബഹുമാനിച്ചു മനുഷ്യനെ. അള്ളാഹു പറഞ്ഞ വാക്കാണ്. അള്ളാഹു പറഞ്ഞു സൂറത്തുൽ ഇസ്രാ, അള്ളാഹു പറഞ്ഞ വാക്കല്ലേ. കഅബയേക്കാൾ അള്ളാഹു സ്നേഹിച്ചു, നമ്മളെ ആദരിച്ചു. അള്ളാഹു നമ്മളെ മലക്കളെക്കാൾ അള്ളാഹു ആദരിച്ചു നമ്മളെ. നമുക്ക് അതിന്റെ വിലയുണ്ടോ? വെള്ളം അടിച്ചിട്ട് കിറി നടക്കുകയാണ്. വെള്ളം അടിച്ചിട്ട് കിറി നടക്കണം. അള്ളാഹു കഅബയേക്കാളും ആദരിച്ച ഈ ശരീരം, മുത്തായ ശരീരം, മുബാറക്കായ ശരീരം, എന്നിട്ട് ശിർക്ക് വയ്ക്കാൻ പോവാ പൂജാരിക്കല്, കറക്കാൻ, കുത്താൻ. തത്തമ്മയെ കൊണ്ടുവരും പാണ്ടിക്കാർ ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടുത്തെ സാധുക്കളായ പെണ്ണുങ്ങളുടെ അടുക്കലെ കൊണ്ടുവന്ന് ഒന്നിട് എടുക്കുമ്പോൾ, നിന്റെ കെട്ടിയോ നീ വല്ലാത്ത വിഷമത്തില്ല ഗൾഫിൽ കേട്ടോ, നീ ഒന്ന് വിളിച്ച് ചോദിക്കണം, ഒരു 500 രൂപ തന്നാൽ ഞാൻ മാറ്റാം, അവിടെ ചെറിയൊരു ലൈസൻസിന്റെ പ്രശ്നത്തിലാണ്. എന്തായാലും ഗൾഫുകാർക്ക് ലൈസൻസ് ഇഖാമ വിഷയത്തിൽ ചെറിയ പേപ്പർ പ്രശ്നങ്ങൾ കാണും, ഇല്ലാത്ത ആരും കാണില്ല, ഉറപ്പാത്. അപ്പൊ അത് വെച്ച് പിടിക്കുക. പെണ്ണുങ്ങളാകുമ്പോൾ അയ്യോ കാക്കാട്ടി നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, കറക്റ്റ്, എൻ്റെ ഒക്കായിക്കും ഞാൻ വിളിച്ച് 500 രൂപ അങ്ങനെ വിളിച്ചും 1000 രൂപ വേണം. 1000 രൂപ എന്നാൽ ഇപ്പോൾ ശരിയാ, നീ നാളെ വിളിച്ചു നോക്കിയാൽ മതി, ഇന്നിപ്പോൾ നമ്മൾ തത്തയെ കൊണ്ടെടുക്കാം, തത്തയെ കൊണ്ട് എടുപ്പിക്കുക. എന്നിട്ട് ഇങ്ങനെ എന്നൊക്കെ പറയും. അവളങ്ങ് പോവും. അവള് പോയ വഴി പുല്ല് പോലും വിളിക്കൂല. ഇക്കാക്ക് പിന്നെ 3 വർഷത്തേക്ക് ഒരിക്കൽ ലൈസൻസ് കിട്ടേയില്ല. അത് നാളെ കിട്ടുമെന്നുള്ളൊരു നിയത്തുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത് ഈ തത്തയെ കൊണ്ട് നോക്കിപ്പിച്ചത് കൊണ്ട് അള്ളാഹു അത് അവിടെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കൂല. വലാ മൻ തതയ്യറ വലാ മൻ തുതയ്യറ ബിഹി. പക്ഷികളെ കൊണ്ട് നോക്കുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. അവർ നരകത്തിലാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നു പെണ്ണുങ്ങളെ, എൻ്റെ പൊന്നു സഹോദരിമാരെ, ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദറത്തിലേക്ക് വന്ന സഹോദരിമാരോട് ഒന്നാമതായി അല്ലാഹു നൽകിയ ഉപദേശം, അവർ ഒരു കാരണവശാലും ശിർക്ക് വെക്കരുത്, അതിന് കൂട്ടു നിൽക്കരുതേ. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. ആരാണോ അല്ലാഹുവിന്റെ ആരാധനയിൽ മറ്റുള്ള വസ്തുക്കളെ കൂട്ടിയിണക്കുന്നത്, ശിർക്ക് വെക്കുന്നത്, ഓർക്കണേ നാരിമാരെ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവരുടെ മേൽ നിഷിദ്ധമാണ്. വമഅവാഹുൻ നാർ, അവരുടെ സങ്കേതം, അവരുടെ താവളം, അവരുടെ മടക്കം നരകമാണ്. വബിഅസൽ മസീർ, വളരെ ദുർഘടം പിടിച്ച സ്ഥലമാണ് മക്കളെ ആ നരകമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇബാദത്തിൽ ശിർക്ക്
വെക്കരുതേ. നിങ്ങളുടെ ആവശ്യങ്ങളും ആവേശങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമെല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിക്കണേ, അവനിലേക്ക് മടക്കണമേ. ഫമൻ കാന യർജു ലിഖാ റബ്ബി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. നാളെ റബ്ബിന്റെ തിരുമുഖം കാണാൻ ആർക്കാണ് കൊതിയില്ലാത്തത്? ആ റബ്ബിനെ കാണാൻ ആർക്കാണ് താല്പര്യമില്ലാത്തത്? വുജൂഹു യൗമഇദിൻ നാളിറാ ഇലാ റബ്ബിഹാ നാളിറാ. നാളെ രണ്ട് വിഭാഗം മുഖമല്ലേ മഹ്ശറിന്റെ മൈതാനിയിലേക്ക് കൊണ്ടുവരിക. ഒന്ന് വളരെ വിരൂപമായ വളരെ മോശമായ കോലത്തിലുള്ള കറുത്ത് കരിവാളിച്ച ഇരുണ്ട മുഖമാണ് വരിക. യൗമ തബിയല്ലു വജൂഹ് വതസ്വദ്ദു വജൂഹ് ഫഅമ്മല്ലദീന ബിയല്ലതു വജൂഹും ഫഫീ റഹ്മത്തില്ലാഹ് ഹും ഫീഹാ ഖാലിദൂൻ. ഒരു വിഭാഗം മുഖം അതാ പ്രസന്നമായിരിക്കും, പ്രസാദമായിരിക്കും, അവിടെ പ്രകാശം കൊണ്ട് ജ്വലിക്കും. അവർ സദാ അല്ലാഹുവിന്റെ പൊരുത്തത്തിലും തൃപ്തിയിലുമായിരിക്കും. ഒരു വിഭാഗം ആളുകളുടെ മുഖം കറുത്ത് കരുവാളിച്ചിരിക്കും അത്രേ. അവരോട് ചോദിക്കുകയാണ്, അകഫർതും ബഅദ ഈമാനിക്കും, അകഫർതും ബഅദ ഈമാനിക്കും. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ നിന്റെ വലത് കാതിൽ തൗഹീദിന്റെ നാമമല്ലേ നീ കേട്ടത്? ഇടത് കാതിലും തൗഹീദിന്റെ നാമമല്ലേ നീ കേട്ടത്? പക്വതയായി പാകതയെത്തി നീ വളർന്ന് വലുതായി നിന്റെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോ അല്ലാഹുവിനെ മറന്നിട്ട് വിശ്വാസത്തെ പണയപ്പെടുത്തി അവിശ്വാസത്തിലേക്ക് ശിർക്കിലേക്ക് പോയില്ലേ? നീ അനുഭവിക്കടോ, അനുഭവിക്കടോ, അനുഭവിക്കടോ. അകഫർതും ബഅദ ഈമാനിക്കും. അല്ലാഹു പാവനമായ പവിത്രമായ ഈമാൻ നൽകിയിട്ട് കേവലം അമ്പലത്തിന്റെയോ ക്രൈസ്തവ ചർച്ചിന്റെയോ ബുദ്ധവിഹാരത്തിന്റെയോ ഗുരു മന്ദിരത്തിന്റെയോ മുന്നിൽ കൊണ്ടുപോയി സമർപ്പിച്ച് ഈമാനിനെ പണയപ്പെടുത്തിയവരല്ലേ? ഫദൂഖൂ, ഈ ശിക്ഷ നിങ്ങൾ രുചിക്കണേ, രുചിക്കണേ. അല്ലാഹുവിന്റെ തീരുമാനം അനുഭവിച്ചു. മുഖമൊക്കെ വികൃതമായ കോലത്തിൽ വരും, വല്ലാത്ത കോലം. ഇവിടെയൊക്കെ വെക്കുമ്പോ നല്ല രസമാ. മരിച്ചെടുക്കുമ്പോൾ നമ്മൾ പറയും, അളിയാ മുഖം കണ്ടോ, എന്ത് രസം കാണാൻ. നമ്മളൊക്കെ പറയുന്ന വാക്കാണ്, ആ മുഖം കാണാൻ എന്ത് രസാ. അത് നല്ല രസമൊക്കെ തന്നെയാ. ഈ ഇന്നത്തെ രസമല്ല നോക്കണ്ടേ, നാളെ വരുന്ന രസമാണ് നോക്കേണ്ടത്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന രസമാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ താത്താമാര് പോവാ സിർക്കിന്റെ മുന്നിൽ നിലവിളക്കും കൊലുത്തിക്കൊണ്ട് അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അവിടെയും കൊണ്ട് നിറച്ചു നിർന്ന് എൻ്റെ മുന്നിൽ തവാഫും ചെയ്തിട്ട് അടക്കാണ്. തവാഫ് ചെയ്യാൻ പോവാ. ഈ ദുനിയാവിൽ തവാഫ് ചെയ്യാൻ ഒരേ ഒരു സ്ഥലം അള്ളാഹു പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധമായ കഅബ. ആ കഅബയല്ലാതെ ഒരു മഖ്ബറയ്ക്കും തവാഫ് ചെയ്യരുത്, ഒരു മന്ദിരത്തിനും തവാഫ് ചെയ്യരുത്, ഒരു മസ്ജിദിനും തവാഫ് ചെയ്യരുത്, ഒരു ഉമ്മാക്കും തവാഫ് ചെയ്യരുത്, ഒരു ഔലിയായ്ക്കും തവാഫ് ചെയ്യരുത്, ഒരു ശൈഖിനും തവാഫ് ചെയ്യരുത്. ആരെങ്കിലും പറയട്ടെ, എവിടെയെങ്കിലും ഏതെങ്കിലും ഫിഖ്ഹിന്റെ കിതാബിലോ ഹദീസിലോ ഖുർആനിലോ ഈ ദുനിയാവിലെ കഅബയല്ലാതെ മറ്റൊരു വസ്തുക്കൾക്ക് തവാഫ് ചെയ്യാൻ ഒരവസരം സ്ഥലമുണ്ടെന്ന് ആരെങ്കിലും ഉലമാക്കൾ പറയട്ടെ? എവിടെയെങ്കിലും പറയട്ടെ. പരിശുദ്ധമായ കഅബയല്ലാതെ മറ്റൊരു സ്ഥലത്തും തവാഫ് ചെയ്യാൻ അവകാശമില്ല. ഭീമാപ്പള്ളിയിൽ പോകുമ്പോൾ പുട്ടുകുറ്റിക്കകത്ത് കുറെ സാധനം എടുത്തു വെച്ച് അതിന്റെ മുകളിൽ കുറെ തിരിയും കത്തിച്ചു വെച്ച് തവാഫ് ചെയ്യുക. ഭീമാപ്പള്ളിയെ തവാഫ് ചെയ്യുവാൻ, ഭീമാപ്പള്ളിയെ തവാഫ് ചെയ്യുവാൻ നമ്മുടെ താത്താമാര് പോവാണ്. താത്താമാർ അവിടെയും താത്താമാർ എന്തിനാ? മക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഇക്ക വരാൻ വേണ്ടിയിട്ട്. എവിടെ പറഞ്ഞു? ആര് പറഞ്ഞു? ഏത് മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞു? ഏത് കിതാബിൽ പറഞ്ഞു? ഏത് സാലിഹിങ്ങൾ പറഞ്ഞു? ഏത് ആരിഫിങ്ങൾ പറയുന്നുണ്ട്? പരിശുദ്ധമായ കഅബയെ തവാഫ് അല്ലാതെ ഈ ഭൂലോകത്ത് ഒരു വസ്തുക്കളെ തവാഫ് ചെയ്യാൻ അള്ളാഹു അനുവദിച്ചിട്ടില്ല, അവന്റെ റസൂലും അനുവദിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന പക്ഷം മുശ്രിക്കാണ്, അവൻ കാഫിറാണ്. അവൻ പെട്ടെന്ന് അവൻ ഷഹാദത്ത് കലിമ ചൊല്ലി തൗബ ചെയ്യട്ടെ. ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് പ്രകാരം നാളെ നരകത്തിലാണ്. ഖുർആനിന്റെ ആശയ പ്രകാരം അവൻ നാളെ നരകത്തിലാണ്. തവാഫ് അള്ളാഹുവിന്റെ കഅബയ്ക്ക് മാത്രം. അതുകൊണ്ടാണ് ഭയങ്കരമായ പ്രതിഫലം വെച്ചിരിക്കുന്ന കഅബയ്ക്ക് തവാഫ് ചെയ്യുന്നവർക്ക്. നാളെ പരിശുദ്ധമായ ഹജ്ജിന് പോകുന്നവർ ആദ്യമായിട്ട് ചെയ്യേണ്ടത് തവാഫാണ്. അവിടെ കൂടുതൽ ചെയ്യേണ്ടത് തവാഫാണ്.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇസ്തഗ്ഫിറൂ മിനത് തവാഫി ബിൽ ബൈത്ത് ഫഇന്നഹു മിൻ അജല്ലി ശൈഇൻ ഇൻദ സുഹുഫികും തജിദൂനഹു ഔ കമാ ഖാല റസൂലുള്ളാഹി. നാളെ നമ്മുടെ വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ദിവസത്തിൽ ആ ഗ്രന്ഥം തുറന്നു നോക്കുമ്പോ അത് നിന്റെ വലത് കൈ ലഭിക്കണോ, മീസാനിൽ ഭാരം കൂടണമോ, സ്വർഗത്തിന്റെ വഴികളിലേക്ക് തെളിക്കണമോ, ഇസ്തഗ്ഫിറൂ മിനൽ ബൈത്തി തവാഫാ, നിങ്ങൾ പരിശുദ്ധമായ കഅബയെ തവാഫ് ചെയ്യണേ, അത് അധികരിപ്പിക്കണേ, അധികരിപ്പിക്കണേ, നിങ്ങളുടെ ഏടുകളിൽ അത് ഭാരം കൂട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാണ് തവാഫ് ചെയ്യാൻ പറയുന്നത്. അവിടെ പോയിട്ട് നിസ്കരിക്കലല്ല, അവിടെ പോയിട്ട് തവാഫാണ് കൂടുതൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ പോയാൽ എന്താ, കഅബയെ കണ്ട ഉടനെ ആദ്യം ചെയ്യുന്ന തവാഫാണ്, പിന്നെയാണ് നിസ്കാരം. മഖാം ഇബ്രാഹിം നിസ്കാരം, ആദ്യം തവാഫാണ്. തവാഫ് കൂടുതൽ ചെയ്യണം. അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം 60 റഹ്മത്ത് ഇറങ്ങുന്നത് തവാഫ് ചെയ്യുന്നവർക്കാണ്. ദിവസം 120 റഹ്മത്ത് ഇറങ്ങും കഅബയിൽ. 60 റഹ്മത്ത് തവാഫ് ചെയ്യുന്നവർക്ക്, 40 റഹ്മത്ത് നിസ്കരിക്കുന്നവർക്ക്, 20 റഹ്മത്ത് കഅബയെ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക്. വെറുതെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി, 20 റഹ്മത്ത് അവർക്ക് കിട്ടും. അവരുടെ ATM-ലേക്ക് 20 റഹ്മത്ത് അള്ളാഹ് ഇറക്കി കൊടുത്തോണ്ടേയിരിക്കും. അവിടെ അല്ലാതെ വേറെ തവാഫ് ചെയ്യാൻ പറ്റൂല. നമ്മുടെ പെണ്ണുങ്ങന്മാരുടെ താരത്തിലും പറയും, പെണ്ണുങ്ങൾ പറയും, നീ പോയിട്ട് ഈ വിളക്കം പിടിച്ചുകൊണ്ട് ഇത്രയിടത്ത് നീ അമ്പലത്തിന് 3 ചുറ്റി വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പോയി ചുറ്റും. അവളെ കൊണ്ടുവന്ന് നമ്മുടെ പള്ളിയിൽ കൊണ്ടു നടക്കും. ആരെ? സവീന ബീവിയെ, സലീന ബീവിയെ കൊണ്ടു നടക്കും. പാവം പിടിച്ച ഏതെങ്കിലും കാക്കാടെ അരുകത്തുള്ള കവർ അവിടെ കിട്ടുന്ന ഇടി ഇയാൾക്ക് പോലും കിട്ടും. ഇപ്പം തിറങ്ങുന്ന ഉപ്പുപ്പായ്ക്ക് പോലും 6-ാം മലയ്ക്ക് ചെറിയൊരു ശതം. അതെന്താ? അത് അവിടെ അടിയുടെ എഫക്റ്റ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിരിക്കാന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക ജന്നിബൂ ജാറസൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക, അഹങ്കാരികളെ, തെമ്മാടികളെ, മുശ്രിക്കീങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ഖബർസ്ഥാനിൽ നിന്ന് മാറ്റി അടക്കണം. അവിടെ കൊണ്ട് അടക്കി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന അടിയുടെ പ്രകമ്പനം ഈ ഇരിക്കുന്ന സാധുക്കളുടെ ഖബറിലേക്ക് ഇറങ്ങും. നബിയുനാ റസൂലുള്ളാഹി ജന്നിബൂഹു ജാറസൂ. ജാറസൂ മോശമായവരുടെ മയ്യത്ത്, മദ്യപാനിയുടെ മയ്യത്തൊന്നും പള്ളിക്കാട്ടിൽ കൊണ്ട് അടക്കാൻ പാടില്ല. അടക്കിയ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ വാക്കല്ല, എന്നോട് ദേഷ്യപ്പെടില്ല നിങ്ങൾ. അല്ലാഹുവേ, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. അവിടെ കൊണ്ട് അടക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അവിടുത്തെ ശിക്ഷ മറ്റുള്ളവർക്കും കിട്ടുമെന്നാണ്. അവർക്ക് കിട്ടുന്നതിന്റെ അംശാൽ. ഇപ്പോൾ ഒരു ട്രെയിൻ നമ്മൾ പോയാൽ തന്നെ ആ പരിസരം താമസിക്കുന്ന വീടെല്ലാം ഒന്ന് മൊത്തത്തിൽ ഔലിയാടെ വീടും കുലുങ്ങും, തങ്ങളുടെ വീടും കുലുങ്ങും, ഷേഖിന്റെയും കുലുങ്ങും, മുരീദിന്റെയും കുലുങ്ങും, എല്ലാവരുടെയും കുലുങ്ങും. അല്ലേ? എല്ലാവരെയും കുലുങ്ങൂല്ലേ? കുലുങ്ങുമ്പോൾ എല്ലാവരെയും കുലുങ്ങും. എല്ലാം ഒരേപോലെ തന്നെയാണ്, അത് വ്യത്യാസമൊന്നുമില്ല. അത് നമ്മുടെ പള്ളിയിലെ ഉസ്താദ് അയാളുടെ വീട്ടിൽ കുലുക്കണ്ട, ബാക്കി എല്ലാവരെയും കുലുക്കിക്കൊണ്ട് പോകാമെന്ന് പറയാൻ പറ്റും. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. കുലുങ്ങുമ്പോൾ മൊത്തത്തിൽ കുലുങ്ങാണ്. കുനിഞ്ഞാൻ കൂടെ കുനിഞ്ഞാന്ന് പറഞ്ഞ പോലെ സംഭവം മൊത്തത്തിലാണ് സംഭവം. അതങ്ങനെയാണ്. വത്തഖൂ ഫിത്ന ലാ തുസീബന്ന അല്ലദീന ളലമൂ മിൻകും ഖാസ്സ. പ്രത്യേകമായ ഒരു വിഭാഗത്തിന് മാത്രമല്ല ശിക്ഷ ഇറങ്ങുന്നത്, ശിക്ഷ ഇറങ്ങും, മൊത്തത്തിൽ ഇറങ്ങും. അതുകൊണ്ട് നിങ്ങളത് സൂക്ഷിക്കണേ, അതുകൊണ്ട് നിങ്ങളത് സൂക്ഷിക്കണേ. അല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് സത്യവിശ്വാസിനികളായ സഹോദരിമാർ, നബിയേ, അങ്ങയുടെ അരികിലേക്ക് കടന്നു വരുമ്പോ അവരോട് ഒന്നാമതായി പറയേണ്ടത് അല്ലാ യുശ്രികന ബില്ലാഹി ശൈആ. എന്റെ പൊന്നു പെങ്ങന്മാരെ, നിങ്ങൾക്ക് വിഷമമുണ്ടാകരുതേ. ഈ ദുനിയാവിന്റെ ജീവിതമല്ല നമുക്ക് വലുത്, ആഖിറമാണ് പെങ്ങളെ നമുക്ക് വലുത്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, ഇർതഹലത്തി ദുനിയാ മുദ്ബിറാ وارتحلت الآخرة مقبلا لكل منهما ولكل منهما بنون فكونوا من أبناء الآخرة ولا تكونوا من أبناء الدنيا. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എല്ലാ ദിവസവും ദുനിയാവ് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, അവസാനിച്ചു കൊണ്ടേയിരിക്കുകയാണ് പെങ്ങളെ. മരണം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, പരലോകം നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ആഖിറം നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാ. വലികുല്ലിൻ മിൻഹും
ലഹുമാ ബനൂൻ. ഈ ദുനിയാവിനും ആഖിറത്തിനും മക്കളുണ്ട് കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിന്റെ മക്കളാകണേ. വലാ തകൂനൂ മിൻ അബ്നാഇ ദുനിയാ, ദുനിയാവിന്റെ മക്കളാകരുതേ. ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇന്ന് നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും, എന്ത് തോന്നിയവാസം ചെയ്താലും, എന്ത് തമ്മാടിത്തരത്തിന് കൂട്ടുനിന്നാലും, എന്ത് ശിർക്കിന് നിങ്ങൾ കൂട്ടുനിന്നാലും, വലാ ഹിസാബുൻ, ആരും അതിനെ കുറിച്ച് ചോദിക്കാനില്ല, ആരും അതിനെ കുറിച്ച് വിചാരണ ചെയ്യാനുമില്ല, ആരും അതിനെ കുറിച്ച് പരിഗണിക്കുക പോലുമില്ല. ഈ നശ്വരമായ ലോകത്ത് നിന്ന് മരിച്ചു നിങ്ങൾ പരലോകത്തേക്ക് ഒരിക്കലും പോവുകയില്ലേ. വഗദൻ, നാളെ, ഹിസാബുൻ വലാ അമലുൻ, നാളത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് അമല് ചെയ്യാൻ കഴിയില്ല മക്കളെ, പ്രവർത്തിക്കാൻ കഴിയില്ല മക്കളെ, കർമ്മങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. ഹിസാബുൻ, അവിടെയുള്ളത് വിചാരണ മാത്രമാണ്, വിചാരണ മാത്രമാ. ആ വിചാരണയ്ക്ക് മക്കളെ അവർ ഓരോരുത്തരുമാണ് ആ വിചാരണയ്ക്ക് വിധേയരാകേണ്ടത്. ഒരാൾ പോലും അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവുകയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കാ വലാ തകൂനൂ മിൻ അബ്നാഇ ദുനിയാ, ദുനിയാവിന്റെ മക്കളായി അതപ്പതിച്ചു പോകരുതേ. കൂനൂ മിൻ അബ്നാഇൽ ആഖിറ, പാരത്രിക ജീവിതത്തെ ഓർത്ത് ആഖിറത്തെ ഓർത്തുകൊണ്ട് നീ ജീവിക്കണേ, ആഖിറത്തിന്റെ മക്കളായി ജീവിച്ചു മരിക്കണേ. നബിയുനാ റസൂലുള്ളാഹി